നമസ്കാരം. ഇറാനിലെ യുദ്ധം പശ്ചിമേഷ്യ ആകെ വ്യാപിക്കുമ്പോൾ ഈ യുദ്ധമുഖത്തിന് അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള അനുഭവങ്ങൾക്ക് പുറത്തുള്ള രണ്ട് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ആ രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചൈനയാണ്, രണ്ട് പാകിസ്ഥാനാണ്. എന്താണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ചൈനയാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. അത് പശ്ചിമേഷ്യയിലെ യുദ്ധം മാത്രമായിട്ടല്ല. ചൈനീസ് ആയുധങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ചൈനീസ് കളിപ്പാട്ടങ്ങളെക്കുറിച്ചും അറിയാം. ഭാരതത്തിൽ തന്നെ നമ്മളെപ്പോഴും ഏറ്റവും ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന, വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങൾക്കൊക്കെ ചൈനീസ് നിർമ്മിതമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ചൈനീസ് സാധനങ്ങൾ വില തുച്ഛമാണ്, ഗുണവും തുച്ഛമാണ്. അല്ലാതെ ഗുണം മെച്ചമല്ല, ഗുണം തുച്ഛമാണ്. ഇതേ കാര്യങ്ങളാണ് ചൈനീസ് ആയുധങ്ങൾക്ക് എന്ന് ആരും പക്ഷേ വിശ്വസിച്ചിരുന്നില്ല. ഭാരതത്തിൽ പോലും അങ്ങനെ നമ്മളുടെ ഡിഫൻസ്, നമ്മളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പോലും വിചാരിച്ചിരുന്നത് ചൈനീസ് ആയുധങ്ങൾക്ക്, ചൈനീസ് റഡാറുകൾക്ക്, ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക്, ചൈനീസ് മിസൈലുകൾക്കൊക്കെ വലിയ തോതിലുള്ള പവർ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് പവറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ചൈനയുടെ തൊലി ഉരിക്കുന്ന അല്ലെങ്കിൽ ചൈനയുടെ ഈ മൂടുപടം പൂർണ്ണമായിട്ട് തകർക്കുന്ന യുദ്ധങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് തീർച്ചയായിട്ടും ആദ്യത്തേത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തിയെന്ന് മാത്രമല്ല, 82% പാകിസ്ഥാനി ആയുധങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിഫൻസ് എക്യുപ്മെൻസും ചൈനയുടേതാണ്. അതായത് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ സൈന്യം ചൈനയെയാണ് അവരുടെ നിലനിൽപ്പിന് ബേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 82% ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ വസ്ത്രമുരിഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. ശരിക്കും ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് മിസൈലുകൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പ്രിസിഷൻ സ്ട്രൈക്കാണ് നമ്മൾ നടത്തിയത്. എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യണം, എവിടെയൊക്കെ അടിക്കണമെന്ന് തീരുമാനിച്ചോ അവിടെയെല്ലാം വളരെ കൃത്യമായി പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ ഭാരതത്തിന് സാധിച്ചു. ചൈനയുടെ ഈ പറയുന്ന YLC-8E റഡാറുകൾക്ക് കണ്ണുപൊട്ടന്മാരെ പോലാണ് അതുങ്ങൾ പ്രവർത്തിച്ചത്. കാരണം അതുങ്ങൾക്ക് ഇത് കാണാനും പറ്റിയില്ല, മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് മാത്രമല്ല, ഇവരുടെ ചൈനീസ് റഡാറുകളെ പോലും ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തു. അതായത് ഈ മിസൈലുകൾ വരുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ് പാകിസ്ഥാൻ പട്ടാളത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഡിഫൻസ് സിസ്റ്റത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ് റഡാറുകൾ. ആ റഡാറുകൾ തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ വന്ന് കൃത്യമായി പതിച്ച് തകരുന്ന കാഴ്ച കണ്ടു എന്ന് പാകിസ്ഥാൻ്റെ തന്നെ സൈനികർ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസം പോയി എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ചൈനീസ് ആയുധങ്ങളെ പൂർണ്ണമായിട്ട് 82% ഒരു രാജ്യം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ചൈന നിർമ്മിത ആയുധങ്ങൾ മാത്രം വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ചൈനയുടെ പൂർണ്ണ വിശ്വാസ്യതയും തകർന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ സ്ട്രോക്കാണ് അവിടെ കിട്ടുന്നത്. ഒന്ന്, ഭാരതത്തിന് തന്നെ ചൈനയുടെ ഭീഷണിയുണ്ട്. രണ്ട്, ചൈനീസ് ആയുധങ്ങൾ വെച്ച പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ നമ്മൾ ഒരു തരത്തിലും കണക്കാക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് കൃത്യമായിട്ട് മിലിറ്ററിയുടെ, അതായത് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, ആഗോള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സുവർണ അധ്യായം എഴുതി ചേർക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിന് സാധിച്ചിട്ടുണ്ട്. അത് വിജയം മാത്രമല്ല, ശത്രുവിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ശത്രുവിൻ്റെ ഏറ്റവും വലിയ ദുർബല ഭാഗം കൂടി കൃത്യമായിട്ട് ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യാൻ ഭാരതത്തിന് സാധിച്ചു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന യുദ്ധത്തിൽ. ചൈന ലോകമെമ്പാടും ചൈനയുടെ ആയുധ ശേഖരങ്ങൾ, ചൈനയുടെ ഈ റഡാറുകൾ, എയർ ഡിഫൻസ് സിസ്റ്റം ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് 2-3 കാര്യങ്ങൾ പറഞ്ഞാണ്. ഒന്ന്, ഈ പാശ്ചാത്യർക്ക് ഈ ഒരു മേഖലയിലുള്ള ആധിപത്യം തകർക്കുക. പല ആൾക്കാർക്ക് നമ്മളുടെ ഭാരതത്തിലൊക്കെ ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അവർ ചാടിക്കയറി ഇതെടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തിൻ്റെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാകുന്ന കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു തെറ്റിദ്ധാരണയില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് ഒരു സൈഡിൽ. മറു സൈഡിൽ അവർ പറയുന്ന ഇത് പാശ്ചാത്യ വെപ്പൺസുമായിട്ട് അല്ലെങ്കിൽ വെപ്പണറിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വില വളരെ കുറവാണ് എന്നാണ്. അത് സത്യവുമാണ്, വില വളരെ കുറവാണ്. പക്ഷേ ഇവരുടെ അവകാശവാദങ്ങൾ അങ്ങനെയല്ല. ഈ വില കുറവാണെങ്കിലും
പാശ്ചാത്യ ആയുധ ശേഖരത്തോട് കിടപിടിക്കുന്ന എല്ലാ ഫെസിലിറ്റിയും ഈ ആയുധങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാ ശക്തിയും ഈ ആയുധങ്ങൾക്കും ഇവരുടെ ഡിഫൻസ് സിസ്റ്റത്തിനും ഉണ്ട് എന്നുള്ള കൃത്യമായ അവകാശവാദമാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ 450 കിലോമീറ്റർ വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. 450 കിലോമീറ്ററിന് അപ്പുറത്തു നിന്ന് തന്നെ ഈ മിസൈലുകളെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ചൈന അവകാശപ്പെട്ട റഡാറുകളാണ് ബ്രഹ്മോസ് മിസൈൽ നേരിട്ട് എന്ന് പതിച്ച് തകർന്നു വീണത്, അതും പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കൺമുന്നിൽ. അപ്പോൾ ഇതാണ് ചൈനയുടെ വെപ്പൺസിൻ്റെ, ചൈനയുടെ ആയുധ ശേഖരത്തിൻ്റെ അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈന എങ്ങനെയൊക്കെയോ അത് ഉരുട്ടിക്കൂട്ടി മാനേജ് ചെയ്ത് നിൽക്കുമ്പോഴാണ് രണ്ടാമത് വെനിസുലയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം മെയ് 2025 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പലരും പറയുന്നത് ഇവർ ഈ എയർ ഡിഫൻസ് സിസ്റ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യ അതിനെ ഒരു മൾട്ടി പർപ്പസ് ഇവൻ്റായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ കയ്യിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് S-400 ആണ്, റഷ്യൻ നിർമ്മിതമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചു പോലും ഇല്ല എന്നും, യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചത് DRDO ഡെവലപ്പ് ചെയ്ത ആകാശ് മിസൈൽസ്, DRDOയും ഭാരത് ഇലക്ട്രോണിക്സും സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ആകാശ് തീർ എന്ന് പറയുന്ന മിസൈൽസും ഒക്കെയാണ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ഭാരതം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട്, പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസത്തെ തവിടുപൊടിയാക്കിയെന്ന് മാത്രമല്ല, ഭാരതം ഇതൊരു മൾട്ടി പർപ്പസ് ഇവൻ്റായിട്ട് കൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഭാരതത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത നമ്മളുടെ DRDOയും നമ്മളുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒക്കെ ഡെവലപ്പ് ചെയ്ത മിസൈൽസ്, ആകാശ് മിസൈൽസ് പോലെയുള്ളത് വളരെ കൃത്യമായിട്ട്, അതുപോലെ ബ്രഹ്മോസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഭാരതം ഒരു ഇവൻ്റാക്കി മാറ്റിയെന്ന് അഭിപ്രായപ്പെടുന്ന വിദഗ്ധരുണ്ട്. അത് ഒരർത്ഥത്തിൽ കറക്റ്റുമാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഇത്തരം ആയുധങ്ങൾക്കുള്ള എൻക്വയറീസും ഓർഡറുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് ഒരു വശം. ആ സമയത്താണ് ചൈനയുടെ ഈ കടലാസ് കോട്ട തകരുന്നത്. ഇനി പാകിസ്ഥാൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്തത് വെനിസുലയിലായിരുന്നു. വെനിസുലയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരിയിലാണ് വെനിസുലൻ പ്രസിഡൻറ്റ് നിക്കോളാസ് മഡൂറോയെ ഇവരുടെ ഡെൽറ്റ ഫോഴ്സ്, അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്നിട്ട് ഇങ്ങനെ ഇറുത്തെടുക്കുന്ന ലാഘവത്തോടുകൂടി പൊക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സമയത്ത് മഡൂറോയ്ക്ക് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടും മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ടാവാം. കാരണം അമേരിക്ക ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം സുഖമായിട്ട് കിടന്നതെന്ന് വെച്ചാൽ അദ്ദേഹവും വിശ്വസിച്ചത് ഈ ചൈനീസ് റഡാറുകളിലാണ്. ഈ ചൈനീസ് JY-27A റഡാറുകളാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഈ റഡാറുകളിൽ ചൈനയുടെ നീക്കങ്ങളെല്ലാം അറിയാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ, ചൈനയുടെ മറ്റ് ആയുധങ്ങളും വെനിസുലയുടെ കയ്യിലുണ്ട്, ഈ ആത്മവിശ്വാസത്തിൽ ഉറങ്ങാൻ പോയ മഡൂറോ പിന്നീട് കണ്ണും കെട്ടി അമേരിക്കയിലെത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അവിടെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടത് ചൈനയ്ക്കാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. ഇറാനിലും ഇതേപോലെ തന്നെ ഈ റഡാർ സിസ്റ്റം, സർഫസ് ടു എയർ മിസൈൽ HQ-9B ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചൈനീസ് നിർമ്മിതമാണ്. ഇതെല്ലാം ഇറാൻ്റെ കയ്യിലുണ്ട്. ഇറാൻ്റെ കയ്യിൽ തന്നെ ചൈനീസ് നിർമ്മിത റഡാറുകളുണ്ട്. ഇതെല്ലാം തകർക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ F-35 ഫൈറ്റർ വിമാനങ്ങളുടെയും മിസൈൽ വർഷത്തിൻ്റെയും മുമ്പിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അയത്തുള്ള ഖമനേയി പോലെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇത്ര ഈസിയായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം, മകളുടെ ഭർത്താവ്, അവരുടെ ചെറിയ കുഞ്ഞ്, ഇവരോടൊപ്പം വധിക്കാൻ, അതും ബോംബിട്ട് സ്വന്തം വസതിയിൽ വധിക്കാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് സാധിക്കുക? കാരണം ഇത്രയും വലിയ പരമോന്നത നേതാവ് സ്വന്തം വസതിയിൽ ഇത്രയും ബഹളങ്ങൾക്കിടയിൽ കഴിയുന്നത് തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആ ഒരു പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ പൂർണ്ണ വിശ്വാസം അദ്ദേഹം ചൈനയുടെ മേൽ സമർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം, അല്ലെങ്കിൽ ഇറാനിയൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ പരാജയം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈസിയായി കൊല്ലപ്പെട്ടത്, വെനിസുലയിൽ മഡൂറോ പൊക്കിയെടുക്കപ്പെട്ടത്. അതേപോലെ തന്നെ പാകിസ്ഥാന് വലിയ തോതിൽ
വലിയ തോതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു റെസിസ്റ്റൻസ് പോലും ഉണ്ടായില്ല ഓപ്പറേഷൻ സിന്ദൂറിലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇങ്ങനെ ഈ 3 സംഭവങ്ങൾ ഏതാനും മാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ സംഭവിക്കുമ്പോൾ ചൈനയുടെ ആയുധങ്ങളുടെ പൂർണ്ണമായി ആ വിശ്വാസ്യത ലോകത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചൈനയിലായതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഈ ആയുധങ്ങളൊക്കെ വികസിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പേർട്സിനും ഇപ്പോൾ അവരൊക്കെ ജീവനോടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കാൻ കാത്തിരുന്ന പല രാജ്യങ്ങളും ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഇതാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനി പാകിസ്ഥാൻ്റെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അത് അതിലും ഭീകരമാണ്. ഒന്ന്, ഭാരതത്തോടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മുമ്പിൽ അവരുടെ വീക്ക്നെസ് പൂർണ്ണമായിട്ട് ലോകം കണ്ടതാണ്. 2, ഇസ്ലാമിക ബോംബെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ. അതായത് പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. നമ്മൾ കരുതി ഇരിക്കുന്നതും അത് തന്നെ പ്രതീക്ഷിച്ചാണ്. അതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവരുടെ കിരാന ഹിൽസിൽ അടിച്ചതോടുകൂടി ഇവരുടെ ഈ ആണവ ശേഖരത്തെ ഉപയോഗിക്കാനുള്ള അവരുടെ കേപ്പബിലിറ്റി ഇല്ലാതായി, അതിനുള്ള കഴിവ് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഭാരതം ഒഴിച്ച്. ഭാരതം ഇതുവരെ അങ്ങനെ ഒരു അവകാശവാദം പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തിന് മുഴുവൻ അറിയാം ഭാരതം എന്താണ് അവിടെ ചെയ്തതെന്ന്. പക്ഷേ ഇപ്പോഴും ഇസ്ലാമിക ലോകത്ത് പാകിസ്ഥാൻ അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ആണവ ശക്തി എന്നുള്ള നിലയിലാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു വലിയ ആണവ ബോംബ്, ഇസ്ലാമിക ആണവ ബോംബുണ്ട് എന്ന് വീമ്പ് പറയുന്ന പാകിസ്ഥാൻ പക്ഷേ ഇപ്പോൾ അനങ്ങുന്നില്ല. ഇസ്ലാമിക ബോംബിനെക്കുറിച്ച് പോയിട്ട് ഇറാനിൽ നടക്കുന്ന ഈ വലിയ സംഘർഷത്തെക്കുറിച്ച്, ഈ ആക്രമണങ്ങളെക്കുറിച്ച് വെറും വാക്കുകളിൽ, പ്രസ്താവനകളിൽ ചിലരൊക്കെ അസീം മുനീറിനെ പോലവരൊക്കെ പ്രതിഷേധിച്ചു എന്നല്ലാതെ വേറെ ഒരു കാര്യവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്വന്തം എക്സിസ്റ്റൻസ് ആണ്, അതായത് സ്വന്തം നിലനിൽപ്പാണ്. ഈ നിലനിൽപ്പ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ സമർപ്പിതമാണ്, അല്ലെങ്കിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സെയിൽസ്മാനെ പോലെ പാകിസ്ഥാനിലെ അപൂർവ ധാതുക്കളാണെന്നും പറഞ്ഞ് ചില കല്ലുകളൊക്കെ കൊണ്ടുപോയി ട്രംപിൻ്റെ മുമ്പിൽ ഇങ്ങനെ സെയിൽസ്മാൻ കാണിക്കുന്ന, അസീം മുനീർ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്കെല്ലാവരും നമ്മൾ കണ്ടതാണ്. അതൊരു രാജ്യത്തിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാന് ഈ ഇസ്ലാമിക ബോംബും വെച്ചിട്ട് ഇസ്ലാമിൻ്റെ അവർ വലിയ അവകാശവാദങ്ങളായിരുന്നു. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ബോംബാണ് ഇത്, പാകിസ്ഥാന് വേണ്ടിയുള്ള ബോംബല്ല, ഇത് വിശ്വാസത്തിന് വേണ്ടിയുള്ള ബോംബാണ്. എവിടെ ഇസ്ലാമിക രാജ്യം ആക്രമിക്കപ്പെട്ടാലും ഞങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ടാകും, ഞങ്ങൾ ആണവശക്തിയാണ് എന്നൊക്കെയായിരുന്നു ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി പാകിസ്ഥാൻ്റെ ഫ്യൂസ് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയിലാണ്. ഇനി ഈ നാണക്കേടിനോട് ചേർത്തൊരു പ്രതിസന്ധി കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ പറഞ്ഞത്, ഞങ്ങളെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ആണവശേഖരം മുഴുവൻ പാകിസ്ഥാനിലാണ് എന്ന് അയാൾ വീമ്പ് പറഞ്ഞു. ആ മനുഷ്യനും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വീമ്പ് പറഞ്ഞത് എക്സിലൊക്കെ വളരെ വലിയ വാർത്തയായിരുന്നു, വളരെ വൈറലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഇതിലേക്ക് പിടിച്ചിടുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ പാകിസ്ഥാനിലാണ് ഇറാൻ്റെ ആണവശേഖരം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ശ്രദ്ധ പെതുക്കെ പാകിസ്ഥാനിലേക്ക് തിരിയും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവർക്ക് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളിൽ ഒരിടത്തും തന്നെ ആണവശേഖരം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. ശരിക്കും അമേരിക്കയെ പ്രഷർ ചെയ്ത് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ എക്സിസ്റ്റൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മറ്റുള്ളവർ ആയുധം താഴെ വെച്ചാൽ യുദ്ധം അവസാനിക്കും, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഞങ്ങൾ അവസാനിക്കും. ഇതാണ് ഇസ്രായേൽ പറയുന്നത്, അത് സത്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് ആണവ ആയുധങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്, പാകിസ്ഥാൻ ഇസ്രായേലിനും ഭീഷണിയാണ് എന്നിപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാനിലെ ഒരു കമാൻഡറുടെ ഈ പ്രസ്താവനയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്, ചൈനയും പാകിസ്ഥാനും. എന്തായാലും ഈ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ രൂക്ഷമാകുന്നു, പാകിസ്ഥാന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. നമസ്കാരം.
ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.